പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പോയിന്റ് എത്തി. ഇനി ഞാൻ അവിടെ തുടർന്നു കഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രല്ല ഈ ചോറ് തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്. ആക്ടർ ബാലയും മകളും തമ്മിലുള്ള പ്രശ്നമാണല്ലോ അല്ലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബാലയുടെയും അമൃതയുടെയും മകളായിട്ടുള്ള ആവന്തിക അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ലൈവ് വീഡിയോ ഇട്ടു. അച്ഛനായ ബാലയ്ക്കെതിരായിരുന്നു കുട്ടി സംസാരിച്ചിരുന്നത്. ഒരച്ഛൻ എന്ന നിലയ്ക്ക് ബാലയോട് തനിക്ക് യാതൊരു സ്നേഹവും ഇല്ല എന്നും സ്നേഹിക്കപ്പെടാനുള്ള യാതൊരു ക്വാളിറ്റിയും അച്ഛനിൽ താൻ കണ്ടിട്ടില്ല എന്നും അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടാണ് താൻ വളർന്നത് എന്നൊക്കെ ആ കുട്ടി ലൈവിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം പോലും തരാതെ തന്നെ റൂമിൽ പൂട്ടിയിട്ടു, ഗ്ലാസ് എടുത്തെറിഞ്ഞു തുടങ്ങി സീരിയസ് അലഗേഷൻസും മകൾ ബാലയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ട പലരും പല അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഇങ്ങനെ ഒരു ലൈവ് ചെയ്തതിന് പിന്നിലുള്ള കാരണക്കാരി അമൃതയാണ് എന്നുള്ളതാണ്. അതായത് അമൃത പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് കുട്ടി ലൈവിൽ വന്ന് പറഞ്ഞത് എന്നുള്ളത്. ബാലയ്ക്കെതിരെ സ്വന്തം മകളെ തിരിപ്പിച്ചതിന് പിന്നിൽ അമൃതയുടെ ബുദ്ധിയാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കുട്ടിക്കെതിരെ മാരക സൈബർ അറ്റാക്ക് നടന്നു എന്നുള്ളതാണ്. കുട്ടിയാണെന്നുള്ള പരിഗണന പോലും പലരും കൊടുത്തില്ല. അങ്ങനെ എല്ലാവരും കൂടി തന്റെ മക്കളെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറുന്നത് കണ്ട അമൃതക്ക് തീരെ അങ്ങ് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതൊരു അമ്മയ്ക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അമൃത എന്താക്കി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു ലൈവ് വീഡിയോ അങ്ങ് ചെയ്തു. ഏകദേശം 30 മിനിറ്റോളം നീണ്ട ആ വീഡിയോയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെയും കുറിച്ച് അമൃത സംസാരിക്കുന്നുണ്ട്. ബാലയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന മർദ്ദനങ്ങളെ കുറിച്ചും ഒക്കെ അമൃത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുണ്ടല്ലോ, അതായത് മകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചത് താനാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനും വീഡിയോയിലൂടെ അമൃത പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അമൃതയുടെ ലൈവ് വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ഞാനും അമ്മയും പാപ്പും അബിയും ഉള്ള ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മള്. അച്ഛനും പോലും ഇല്ല ഇപ്പൊ. അപ്പം നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പൊ പാരലലി അപ്പുറത്തെ ഒരു വീഡിയോ വരും. ഇപ്പൊ റീസെന്റ് പാപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു 21st. ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോ പിറ്റേ ദിവസം കാണുന്നത് ഇന്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാപ്പു അങ്ങനെ പറഞ്ഞു, പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ പലപ്പോഴും കുഞ്ഞെന്നോട് പാപ്പു എന്നോട് പറയാറുണ്ട് മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണേന്ന്. അപ്പോ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം മമ്മി എന്ന് പറയുന്നത്. കാരണം പാപ്പു പഴയ ഏജ് അല്ല, നിങ്ങൾക്കറിയാം, 12 വയസ്സായി. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എന്റെ അടുത്ത് പറഞ്ഞാണ് മമ്മി ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ വോണ്ട് ടു ഡു എ വീഡിയോ മമ്മി. ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം. എന്റെ പപ്പു ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആന്റിമാരും ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി. ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കണതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും. അപ്പോ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയില്ല, ഐ വാസ് സോ അൺഅവെയർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണേന്നുള്ളത്. അവള് എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എന്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം. കാരണം അത്രയും അവള് കണ്ട് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ 12 വർഷവും ഗോത്രൂ ചെയ്ത കാര്യങ്ങളാ, കുഞ്ഞിക്കുട്ടി കാണുന്ന കാര്യങ്ങളാ. അപ്പോ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ. ഇനിയെങ്കിലും എന്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച അവൾക്ക് പറ്റുന്ന ഭാഷയിൽ അവളുടെ ഒരു മെച്യൂരിറ്റിയിൽ അവള് സംസാരിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തന്റെ അറിവോടെയല്ല മകൾ ലൈവ് വീഡിയോ ചെയ്തതെന്നുള്ളതാണ് അവിടെ അമൃത പറയുന്നത് അല്ലെ. മകൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ താൻ അത് അനുവദിക്കില്ലായിരുന്നു എന്നും അമൃത പറയുന്നുണ്ട്. മകൾ ഇങ്ങനെ ലൈവ് വീഡിയോ ഇടാനുണ്ടായ കാരണവും അമൃത പറയുന്നുണ്ട്. അതായത് ബാലയും അമൃതയും തമ്മിൽ ഡിവേഴ്സ് ആയിട്ട് ഒരുപാട് കാലങ്ങളായി. പക്ഷെ എന്നിട്ടും ഇടയ്ക്കിടെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന അമൃതയെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയാറുണ്ടായിരുന്നു ബാല. ഇതിങ്ങനെ ഒരു സ്ഥിരം പരിപാടിയായി മാറി എന്നുള്ളതാണ്. അപ്പൊ അമൃതയും ബാലയും തമ്മിൽ അവരുടെ ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് മകളെയാണ്. അവൾക്ക് സ്കൂളിലും ഈ കൂട്ടുകാരികളുടെ ഇടയിലുമെല്ലാം ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അമ്മ ചീത്തയാണ് എന്നുള്ളതാണല്ലോ അച്ഛൻ പറയുന്നത്. അതൊക്കെ ശരിയാണോ മോളെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആ കുട്ടീന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു അനുഭവം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ച് അമൃത പറയുന്നൊന്ന് കേട്ടോക്കാം. പാപ്പുവിന്റെ ഫാമിലിനെ രക്ഷിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ പാപ്പുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
അതിൽ നിന്ന് ഒരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ പാവം കൊച്ചു ചെയ്തതിന് നിങ്ങൾ അതിനെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി എന്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോ നമ്മൾ പബ്ലിക് ഫംഗ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയണേ മോളെ അച്ഛൻ്റെ അടുത്തോട്ട് പൊക്കൂടെ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരിക്കലും പാപ്പന് സ്കൂളിലുണ്ടായിരുന്ന ഒരു കേസാ. അതായത് ബസ്സിലുള്ള ഒരു കുട്ടി എന്താ ഞാൻ പോലും ആ സമയത്തില്ല, ഞാൻ ദുബായിൽ ഉള്ള ഒരു സമയത്താണ്. യുവർ ഫാദർ സേഡ് യുവർ മോം ഇസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലതൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കും, നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും. ആൻഡ് ദെൻ അങ്ങനെ പാപ്പുവിന്റെ അടുത്ത് യോ മദർ ഇസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പു കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത്. എന്നിട്ട് എന്റെ അഭിരാമി പോയി സ്കൂളില് പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ. അതായത് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിന്റെ കൂടെയാണ് ആ പാവം കുട്ടി എവറി ഡേ പൊക്കോണ്ടിരിക്കുന്നത്. എന്താല്ലേ, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് ആ ചെറിയ മോൾ ഒരുപാട് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാര്യയുടെ ഭാഗത്ത് നിന്നും വന്ന തെറ്റുകൾ മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം അയാളാണ് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞത്. യാതൊരു ഒച്ചപ്പാടുകളും പരസ്പരം പൈചാരലുകളും ഒന്നും ഇല്ലാതെ എത്രയോ ഡിവേഴ്സുകൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ബാലയ്ക്ക് അത് കണ്ട് പഠിക്കേണ്ടതാണ്. ഇവിടെ ഈ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടാണ് ഈ കുഞ്ഞ് വളർന്നത്. പക്ഷെ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അച്ഛൻ പറയുന്നത് മുഴുവനും അമ്മയെ കുറിച്ചുള്ള കുറ്റങ്ങളും. അപ്പൊ അതൊന്നും സഹിക്കാൻ വയ്യാതെയാണ് ഈ കുട്ടി റീസെന്റ് വിവാദമായിട്ടുള്ള ലൈവ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഈ കുഞ്ഞിന് ലൈവ് വീഡിയോ കണ്ടപ്പോൾ എന്താണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാനും അന്താളിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ആദ്യതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവെച്ചതുമാണ് അല്ലേ. പക്ഷെ എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ലൈവ് വീഡിയോ ചെയ്തു എന്നതിന്റെ ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. എനിക്കടക്കം ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി അച്ഛൻ തനിക്ക് നേരെ കുപ്പി എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം കുട്ടി ആ ലൈവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് അമൃത പറയും, നമുക്കൊന്ന് കേട്ടോക്കാം. ഞാൻ ഒരു പോയിന്റ് എത്തി. ഇനി ഞാൻ അവിടെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മാത്രല്ല ഈ ചോറ് തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്. അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല. ആ ഒരു ഇൻസിഡന്റ് ആണ് പാപ്പു പറയണത്. കുപ്പി എറിഞ്ഞ് മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കിൽ അതാ കുഞ്ഞു വയസ്സിൽ അവൾക്കുണ്ടായിരുന്ന അവൾ കിട്ടിയ ഒരു ഷോക്കാണത്. ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുപ്പി വരുന്നതും അവള് ഞെട്ടണതും ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റണതും ആ കുപ്പി പുറകിലും മതിലിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച് പോയ ഒരു സിറ്റുവേഷനാണ് അത്. പാപ്പുന് ഇപ്പോഴും അതൊരു ഓർമ്മയാണ്. ആ ഒരു സിറ്റുവേഷനാണ് പാപ്പു ആ വീഡിയോയില്. കേട്ടല്ലോ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അമൃതയ്ക്ക് ബാലയിൽ നിന്നും ക്രൂരമായിട്ടുള്ള ഡൊമസ്റ്റിക് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബാല പല ഇന്റർവ്യൂകളിലും പോയിരുന്ന് അമൃതയ്ക്കെതിരെ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് വരെ അമൃത ബാലയ്ക്കെതിരെ അധികമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമൃത പറയുന്നതെല്ലാം സത്യമാണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ബാലയുടെ ഭാഗത്ത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നും നമുക്കറിയില്ല. എന്നാൽ അമൃതയും മകളും പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നും താൻ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബാലയുടെയും അമൃതയുടെയും കൂടെ ഡ്രൈവറായി ജോലി ചെയ്ത ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്ന കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്കന്ന് 18 വയസ്സ് എന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക, ചേച്ചിയുടെ അമ്മക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പം എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ. ഇർഷാദേ, എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ, നീ കണ്ണോണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ? ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല.
ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പം എനിക്ക് ഈ പാപ്പുവിൻ്റെയും ചേച്ചിനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായതുകൊണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലതും ബാലയ്ക്കെതിരെയാണ് വരുന്നത് അല്ലെ. ബാല എത്രത്തോളം ടോക്സിക് ആയ മനുഷ്യനാണ് എന്നുള്ളത് ഈ ഡ്രൈവറുടെ ആരോപണം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇനിയിപ്പോ ഇതിനെല്ലാം എതിരെ ബാലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത്. സ്ഥിരം ഇമോഷണൽ ഡ്രാമ ഇനി വില പോകുമെന്ന് തോന്നുന്നില്ല. മകളുടെ വീഡിയോക്ക് താഴെ വരുന്ന ടോക്സിക് കമന്റുകളെല്ലാം ബാലയുടെ PR ടീമിന്റെ വക വരുന്ന കമന്റുകളാണെന്നുള്ള ആരോപണവും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. സ്വന്തം മകളെ മുറിയിൽ പൂട്ടിയിട്ട ഒരാൾക്ക് ആളെ വിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാനും വലിയ മടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് തീർത്തും നിഷ്പക്ഷമായി തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. ആ വീഡിയോക്ക് താഴെ വരെ ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ വന്ന് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എന്റെ വീഡിയോ കണ്ട ചിലർക്കൊക്കെ ഞാൻ ആ പെൺകുട്ടിക്ക് എതിരെയാണ് സംസാരിച്ചത് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചില കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണമല്ലോ. ചില കാര്യങ്ങളിലൊക്കെ ബാലയുടെ ഭാഗത്ത് ശരിയുള്ളതായി തോന്നിയിരുന്നു. പ്രത്യേകിച്ച് മാസത്തിൽ ഒരിക്കൽ മാത്രമേ മകളെ കാണാൻ അനുവാദമുള്ളൂ എന്നൊക്കെ കേട്ടപ്പോൾ അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിയിരുന്നു. പിന്നെ ഇതുവരെ അമൃതയോ അതല്ലെങ്കിൽ മറ്റാരുമോ ബാലയുടെ ഈ ടോക്സിക് ക്യാരക്ടറിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ അമൃതയുടെയും അതുപോലെ തന്നെ ഇവരുടെ പഴയ ഡ്രൈവറുടെയും എല്ലാം വീഡിയോ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. അല്ലാതെ നമ്മൾ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. എന്തായാലും തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.